ഹായ് ഗായ്സ്, നമ്മൾ ഇന്നുള്ളത് കുറ്റിപ്പുറം ചോറ് മീനും എന്ന് പറഞ്ഞിട്ടുള്ള ലൊക്കേഷനിലാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഹൈപ്പ് കൊടുത്ത് കയറിയതാണ്. നമ്മൾ വീഡിയോയിൽ പോലെ ഹൈപ്പിനുള്ള ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് കയറി, അവിടുത്തെ ആംബിയൻസ് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. വയലി സൈഡും ഇപ്പുറം ട്രെയിൻ പോകുന്നതൊക്കെ ഇരുന്ന് കണ്ട് കഴിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചോറും ആ മാമ്പഴ പുളിശ്ശേരിയും കൂട്ടി ഒരു പിടി പിടിച്ച്. എൻ്റെ പൊന്ന് ഗായ്സ്, ടോപ്പ് സാധനം, നല്ല ചൂടോടെ കിട്ടേണ്ട അടിപൊളിയായിരുന്നു. എന്നിട്ട് നമ്മൾ കാളാഞ്ചിയിലോട്ട് കൈവച്ച്, കാളാഞ്ചി ഭയങ്കര ചൂടായിരുന്നു. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു. മീൻ നല്ല ഫ്രഷ് മീനായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിലോട്ടെടുത്ത് വെച്ച് നോക്കി. ഇനിയിപ്പം നമ്മൾ പോയ ദിവസത്തിൻ്റെ കുഴപ്പമാണോ അതോ നമ്മളെ വർക്കലക്കാർക്ക് ഇങ്ങനത്തെ മസാല പിടിക്കാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പോയതിൻ്റെ അന്ന് ദിവസം ഭയങ്കര മസാല ഓവർ ഫ്ലേവറായിരുന്നു. എന്ന് വെച്ചാൽ ഒരു മപ്പടിക്കുന്ന ഫ്ലേവറായിരുന്നു. മീൻ കുഴപ്പമില്ലെന്ന് പറയാം, ഭയങ്കര ഓയിലായിരുന്നു. അപ്പോൾ നമ്മൾ കൂന്തലും പ്രോൺസും ഓർഡർ ചെയ്ത്. രണ്ടിനും ഉപ്പായിരുന്നു, ഉപ്പൊത്തി കൂടുതൽ നിന്ന്. ആ ഉപ്പ് രണ്ടിനും ഇല്ലായിരുന്നെങ്കിൽ ഓക്കെ എന്ന് പറയാമായിരുന്നു. ഫിഷ് കുഴപ്പമില്ല ഗൈസ്, ഈ വീഡിയോ കാണുന്ന പോലെ ഹൈപ്പിനുള്ളതൊന്നുമില്ല. നമ്മളിനി പോയ ദിവസത്തിൻ്റെ കുഴപ്പമാണോ എന്തോ ഒന്നും അറിയാൻ വയ്യ. എന്നിട്ട് നമ്മളാണെങ്കിൽ മീൽസ് കൂട്ടുകറികളെല്ലാം കൂട്ടി ഒരു പിടി പിടിച്ച്. മീൽസ് അടിപൊളി, വേറെ ലെവൽ, മസ്റ്റ് ട്രൈ ആണ്. മീൽസിൽ വന്ന കൂട്ടുകറികളും എല്ലാം അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാണ്, വീഡിയോ കണ്ട് എല്ലാവരും പോസിറ്റീവ് പറഞ്ഞു പിന്നെ വീഡിയോ ഇടുന്ന ഒരു നെഗറ്റീവ് പറഞ്ഞാൽ അവരേറെ കയറും എന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അന്ന് പോയ ദിവസത്തിൻ്റെ കുഴപ്പമാണോ അതോ എവിടെ എന്നും ഇങ്ങനെയാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.